IELTSഉം സെൽഫിപ്പും എഴുതിയ ഒരാളാണ്. അപ്പം ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ IELTS സജസ്റ്റ് ചെയ്യത്തില്ല കനേഡിയൻ ഇമിഗ്രേഷൻ. കാരണം IELTS ഒരിക്കലും നമ്മുടെ കനേഡിയൻ ഇമിഗ്രേഷന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല. അത് എല്ലാത്തിനും, അതായത് ഇന്റർനാഷണലി ഉള്ള, അത് പല ഫീൽഡിലേക്കുള്ളതാണ് IELTS. ഇമിഗ്രേഷന് വേണ്ടിയാണ്. ഈവൻ ഓസ്ട്രേലിയക്ക് IELTS ആണ്. അപ്പം പല ഇതായിട്ട്, അപ്പോൾ സെൽഫിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കനേഡിയൻ ഇമിഗ്രേഷന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. IELTSന് ഒരു 8 വാങ്ങുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ നമ്മുടെ ഇംഗ്ലീഷൊക്കെ നല്ല അഡ്വാൻസ്ഡ് ലെവൽ ആണെങ്കിൽ മാത്രമേ IELTSന് എല്ലാ മൊഡ്യൂൾസിനും നമുക്ക് 8 അല്ലെങ്കിൽ 9 എത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ സെൽഫിപ്പിൽ നമുക്കിപ്പം നമ്മുടെ ഒരു ലാംഗ്വേജ് ലെവൽ അത്ര വലിയതല്ലെങ്കിൽ തന്നെ നമുക്കൊരു 2 ആഴ്ചത്തെ അല്ലെങ്കിൽ 1 മാസത്തെ പ്രിപ്പറേഷൻ, ഫോക്കസ്ഡ് പ്രിപ്പറേഷൻ കൊണ്ട് നമുക്ക് CLB 10, അതായത് IELTSന്റെ 8 എന്നുള്ള ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റും സെൽഫിപ്പിന്. അപ്പം ആ ഒരു 8 എന്നുള്ള CLB 10 എന്നുള്ള ഒരു സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ CRS സ്കോർ അതുപോലെ ബൂസ്റ്റ് ആവും. അപ്പോൾ അത് നമുക്ക് കൂടുതലും ഹെൽപ്പ് ആവും. IELTS എഴുതിയ ഒരു കാൻഡിഡേറ്റിനെയും സെൽഫിപ്പ് എഴുതിയ കാൻഡിഡേറ്റിൻ്റെയും സ്കോറ് നമുക്ക്, അതായത് നല്ല വ്യത്യാസം കാണും CRS സ്കോറിന്. അപ്പോൾ IELTSന് നോർമലി നമുക്ക് റൈറ്റിങ്ങിന് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഇതാണ്. പക്ഷേ സെൽഫിപ്പിനാണെങ്കിൽ നമുക്ക് യൂട്യൂബിനകത്തൊക്കെ ഒത്തിരി ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അത് നമുക്ക് ബൈ ഹാർട്ട് ചെയ്തിട്ട് നമ്മുടെ ലാംഗ്വേജ് കൂടെ ഒക്കെ അതിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും റൈറ്റിങ്ങിന്. ഒരിക്കലും റൈറ്റിങ്ങിന് സെൽഫിപ്പിന് ആരും അങ്ങനെ സ്ട്രഗിൾ ചെയ്തതായിട്ട് കേട്ടിട്ടില്ല. നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്തവരെല്ലാം ഒരു 9 അല്ലെങ്കിൽ 10 കിട്ടുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഞാൻ കനേഡിയൻ ഇമിഗ്രേഷൻ നോക്കുകയാണെങ്കിൽ, നാട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിലും സെൽഫിപ്പ് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ട്രൈ ചെയ്തിട്ട് വരുന്നതായിരിക്കും ബെറ്റർ.